ഓക്കെ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു സിമ്പിൾ കണക്കാണ് പറയുന്നത്. നോക്കാം, ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് ഒരുപാട് PSC ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണി എന്ന് പറയുന്നൊരു പാഠഭാഗത്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ തുക എത്ര? അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ ചോദിക്കുന്നത് 1 + 2 + 3 + ഇങ്ങനെ പ്ലസ് 20 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പോൾ 20 30 എന്തായിക്കോട്ടെ. അപ്പോൾ നമുക്ക് അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അതിനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് n × n + 1/2 ആണ്. n × n + 1/2. ഇവിടെ നമുക്ക് n ന് പകരം എത്രയാണ്? 20. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 20 × 20 + 1/2. സിമ്പിൾ അല്ലേ? ഇനി 20ഉം 2ഉം കട്ട് ചെയ്താൽ ബാക്കി 10 ആണ്. 10 ഗുണിക്കണം 20 + 1 21. എത്രയായിരിക്കും? 210. നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുക എത്ര നോക്കാം. അപ്പോൾ എന്നിന് എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. അപ്പോൾ n × n + 1/2 എന്താവും? 10 × 10 + 1/2. 10ഉം 2 കട്ട് ചെയ്ത ബാക്കി എന്താ? 5. 5 ഗുണനം 10 + 1 11. 55. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ആദ്യത്തെ n ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയുള്ള ഇക്വേഷൻ ഉണ്ട്. നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ എണ്ണൽ സംഖ്യയുടെ തുക എന്തായിക്കോട്ടെ നമ്മളിവിടെ പരിഗണിക്കുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്നുള്ളത് നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതായത് ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യയുടെ തുക മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റൂ, ഇതുപോലെ കാണാൻ പറ്റൂ. ഓക്കെ.